മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ കരുണയും സ്നേഹവും ഈ ദിവസം മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 17-ാമത്തെ അധ്യായത്തിൻ്റെ 12 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ ഈശോനാഥൻ പിതാവായ ദൈവത്തിന് മുമ്പിൽ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഓരോരുത്തരും ഈശോയുടെ ശിഷ്യന്മാരായാൽ ഈശോ പിതാവായ ദൈവത്തിന് മുമ്പിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ കൃപയും അഭിഷേകവും ലഭിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഈശോനാഥൻ പിതാവിൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ അവരെ കാത്തു സൂക്ഷിച്ചു, അവരെ സംരക്ഷിച്ചു. പിതാവെ, അങ്ങെനിക്ക് നൽകിയവരെ അവിടുത്തെ നാമത്തിൽ ഞാൻ സംരക്ഷിച്ചു, കാത്തു സൂക്ഷിച്ചു. കർത്താവ് കാവലായി തൻ്റെ ശിഷ്യന്മാരുടെ കൂടെയുണ്ട് എന്ന് പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ വഴിയിലൂടെ നടക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരുമെങ്കിൽ അവിടുന്ന് നമ്മുടെ കാവലായിരിക്കും. നമ്മുടെ ജീവിതത്തിന് കാവലായിരിക്കും, നമ്മുടെ കുടുംബത്തിന് കാവലായിരിക്കും, നമ്മുടെ മക്കൾക്ക് കാവലായിരിക്കും. ഈ കാവലായ കർത്താവ് കൂടെയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഒന്നിനും തൊടാനോ തകർക്കാനോ പറ്റുകയില്ല. നമ്മുടെ കുടുംബത്തെ തകർക്കാൻ പറ്റുകയില്ല, നമ്മുടെ മക്കളെ തകർക്കാൻ പറ്റുകയില്ലെന്ന് നമ്മൾ തിരിച്ചറിയണം. കാവലായ കർത്താവ് കൂടെയുണ്ടെങ്കിൽ ഈശോയുടെ ശിഷ്യയായി നീ മാറണം. അതിനുവേണ്ടി ദൈവവചനമനുസരിച്ച് ജീവിക്കാനായിട്ട് നിനക്ക് സാധിക്കണം. രണ്ടാമതായിട്ട് ഈശോനാഥൻ പഠിപ്പിക്കുക, എൻ്റെ സന്തോഷം പൂർണ്ണമായി അവരിലുണ്ടാകേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ ജീവിതത്തിൽ സഹനങ്ങളിലൂടെ കടന്നുപോയി, വേദനകളിലൂടെ കടന്നുപോയി, നൊമ്പരങ്ങളിലൂടെ കടന്നുപോയി. എങ്കിലും അവിടുന്ന് പറയുകയാണ്, എൻ്റെ സന്തോഷം. ഈ സഹനങ്ങളിലും വേദനകളിലും ഈശോ സന്തോഷിച്ചു. സഹനങ്ങളില്ലാതിരുന്നത് കൊണ്ടല്ല ഈശോയ്ക്ക് സന്തോഷം ഉണ്ടായിരുന്നത്. സഹനങ്ങളായിരുന്നു, ഒറ്റപ്പെടുത്തലുകളായിരുന്നു, തകർച്ചകളായിരുന്നു. അതിൻ്റെ നടുവിലും ഈശോ സന്തോഷിച്ചു എന്നാണ് തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം, സഹനങ്ങളില്ലാത്ത സന്തോഷം, ദുരിതങ്ങളില്ലാത്ത സന്തോഷം, വേദനയില്ലാത്ത സന്തോഷം നമുക്ക് ലഭിക്കില്ല. ഈശോയുടെ സന്തോഷം നമുക്ക് ലഭിക്കണമെങ്കിൽ സഹനങ്ങളിലും വേദനകളിലും കഷ്ടതകളിലും സന്തോഷിക്കുന്ന മനോഭാവം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഈശോയുടെ ശിഷ്യനായിട്ട് തീരണം. അങ്ങനെ ഈശോയുടെ ശിഷ്യനായിട്ട് തീരുമ്പോൾ സഹനങ്ങളുണ്ടായാലും വേദനകളുണ്ടായാലും സന്തോഷം അനുഭവിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. തുടർന്ന് ഈശോ പറയുകയാണ്, അവർ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്, ലോകത്തിൽ നിന്ന് അവരെ എടുക്കണമെന്നല്ല, ദുഷ്ടരിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവേ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ജീവിതത്തിൽ ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരും പിശാചിൻ്റെ പിടിയിൽ നിന്ന് വിമുക്തരാകാൻ വേണ്ടി ഓടുന്നവരുമല്ലേ. നമ്മളെ പിശാചിൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ ഈശോ പിതാവിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ ശക്തി നമുക്ക് ലഭിക്കും നമ്മൾ ഈശോയുടെ ശിഷ്യരായിട്ട് മാറിയാലെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. അതുപോലെ തന്നെ ഈശോ പ്രാർത്ഥിക്കുകയാണ്, അവരെ സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഈശോനാഥൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കാവലായ ഈശോ, സന്തോഷം നൽകുന്ന ഈശോ, സത്യമായ ഈശോ, ത്യാഗത്തിൻ്റെ ഈശോ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. അവൻ നമ്മുടെ ചങ്കാകണം. നമ്മളൊക്കെ പാടാറില്ലേ, ചങ്കാണ് എൻ്റെ ഈശോ എന്ന്. അവൻ നമ്മുടെ ചങ്കായിട്ട് മാറിയാൽ അവൻ നമുക്ക് കാവലായിരിക്കും, അവൻ നമുക്ക് സന്തോഷമായിരിക്കും, അവൻ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കൂടെയുണ്ടായിരിക്കും, നമ്മളെ വിശുദ്ധീകരിക്കും, സഹനങ്ങളിലും താങ്ങി നിർത്തിക്കൊള്ളും. അവിടുത്തെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാം. ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളെയും നമുക്ക് സമർപ്പിക്കാം. ഈശോയെ രക്ഷിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരുടെ ജീവിതത്തെയും അധ്വാനങ്ങളെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ കുടുംബത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം, ഇവരുടെ വഴികളിലേക്ക് ഇറങ്ങിച്ചെല്ലണം, ഇവരുടെ കൂടെ അങ്ങ് ഉണ്ടായിരിക്കണമേ. ഈശോയെ, ഇവരെ കൈവിടലേ, ഇവരെ സംരക്ഷിക്കണമേ, ഇവരെ പരിപാലിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുടെ പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു.
തിന്മ തകരട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.